സി ബി സത്യൻ, നേരത്തെ നമ്മൾ തുടങ്ങിയതുപോലെ തന്നെ ജയിലിൽ നിന്ന് കെജ്രിവാൾ നടത്തിയ പ്രവചനം, അന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് ആ പ്രവചനം നടത്തുന്ന ദിവസം അന്ന് ചർച്ചയ്ക്ക് താങ്കൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് താങ്കൾക്ക് ഓർമ്മയുണ്ടാകും. അന്ന് കെജ്രിവാൾ ഈ പ്രവചനം നടത്തിയപ്പോൾ അന്ന് പോലും നമ്മൾ ആ ഇലക്ഷൻ പ്രോഗ്രാമിൽ സംസാരിച്ചതാണ് ആ വിഷയത്തെക്കുറിച്ചിട്ട്. അതവിടെ നിൽക്കട്ടെ, അതൊരു പ്രവചനമാണ്. ഒരാളും സംഘടനയേക്കാൾ വലുതല്ല എന്ന് കേശവ് പ്രസാദ് മൗര്യ പറയുന്ന ഒരു വിഷയം, ഇത് യോഗിക്കെതിരായിട്ടുള്ള ഒരു കലാപാഹ്വാനമായിട്ട് യു പിയിൽ നിന്ന് വായിച്ചെടുക്കുന്നുണ്ടോ താങ്കൾ? പറഞ്ഞാൽ നമ്മളിതിനെ ആദ്യമേ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ ഒരു പോയിന്റിൽ ഞാൻ തുടങ്ങാം. അതായത് യു പിയിൽ ഇപ്പോഴും ഏറ്റവും അധികം ജനപിന്തുണയുള്ള നേതാവ് യോഗി ആദിത്യനാഥാണ് BJP-യിൽ എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും വളരെ ചുരുങ്ങിയ ഭൂരിപക്ഷം, അതായത് കഴിഞ്ഞ തവണത്തെ 6 ലക്ഷത്തിൽ നിന്ന് വെറും 1.5 ലക്ഷം വോട്ടുകളായിട്ട് ഭൂരിപക്ഷം കുറഞ്ഞ ഒരു കാഴ്ച കണ്ടവരാണ് നമ്മൾ. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ യു പി ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്. 80 ലോക്സഭാ സീറ്റുകൾ യു പിയിൽ നിന്നുണ്ട്. അതിൽ വെറും 33 സീറ്റുകൾ, അതായത് കഴിഞ്ഞ തവണത്തിൽ നിന്ന് 29 സീറ്റുകളുടെ കുറവാണ് BJP-ക്ക് ഉണ്ടായത്. ഇതിന്റെ ഉത്തരവാദി ആരാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തം ആരുടെ മേലാണ് കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത്, എന്തുകൊണ്ടാണ് തുടങ്ങിയ രസകരമായ ചോദ്യങ്ങൾ കൂടി നമ്മൾ ചോദിക്കുന്നത് നന്നായിരിക്കും. കാരണം പ്രധാനമന്ത്രി പ്രതിനിധീകരിക്കുന്ന സംസ്ഥാനമാണ് യു പി. അപ്പൊ യു പി ഉണ്ടായിട്ടുള്ള ഈ വലിയ തിരിച്ചടിക്കുള്ള മുഴുവൻ ഉത്തരവാദിത്വം യോഗിക്കാണോ? കാരണം ഈ പറഞ്ഞ മോദി എഫക്ട് രാജ്യമൊട്ടാകെ പടർന്ന് പന്തലിക്കുന്നു എന്ന് BJP അവകാശപ്പെടുമ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് മത്സരിക്കുന്ന യു പി പോലുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് പ്രധാനമന്ത്രിക്ക് തന്നെ ഭൂരിപക്ഷം മാരകമായി കുറയുകയും മറ്റ് ഇതുപോലെ 29 സീറ്റുകളുടെ നഷ്ടം, അതായത് യു പിയിൽ നിന്ന് 29 സീറ്റുകൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ BJP ഏറെക്കുറെ കേവല ഭൂരിപക്ഷത്തിൽ എത്തുമായിരുന്ന ഒരു അവസ്ഥ സംജാതമായിരുന്നു. അപ്പോൾ അങ്ങനെ അത് നഷ്ടപ്പെടുകയും ചെയ്തതിന്റെ ഉത്തരവാദിത്വം യോഗി ആദിത്യനാഥിന് മാത്രമാണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം. കാരണം പ്രധാനമന്ത്രി അടക്കം മത്സരിച്ച സ്ഥലമാണത്. ഇനി രണ്ടാമത്തത്, ഈ യു പിയിൽ കഴിഞ്ഞ തവണ സംഭവിച്ച തിരിച്ചടി എന്ന് പറയുന്നത് നമ്മൾ മൊത്തത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ദളിത് വിഭാഗങ്ങൾക്കിടയിലുണ്ടായ വലിയ അസംതൃപ്തിയാണ്. അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ശ്രീ മോഹൻ വർഗീസ് സാർ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് മോദിക്ക് വെല്ലുവിളിയല്ല യോഗി, മറിച്ച് BJP-യിലെ വളരെ വളരെ കൃത്യമായ ഒരു മൈൽ സ്റ്റോൺ, ഒരു നാഴികക്കല്ലിൽ എത്തി നിൽക്കുകയാണ്, ഒരു ദശാസന്ധിയിൽ എത്തി നിൽക്കുകയാണ് BJP. കാരണം അടുത്ത 5 വർഷത്തിന് ശേഷം, അടുത്ത 5 വർഷം കൂടി ഇവർ സുഗമമായി ഭരിക്കുമെന്ന് നമ്മൾ കരുതിയാൽ അടുത്ത 5 വർഷത്തിന് ശേഷം ഉണ്ടാകാനിടയുള്ള ഇനി ആര് എന്ന ചോദ്യത്തിന്റെ തുടക്കം ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. കാരണം മോദിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഇതുവരെ BJP-ക്ക് കൃത്യമായൊരു ഉത്തരമില്ല. പല കേന്ദ്രങ്ങളിൽ നിന്നും അത് യോഗി ആദിത്യനാഥ് എന്ന നിലയ്ക്ക് പലതവണ ഉയർത്തി കാട്ടിയിട്ടുണ്ട്. എങ്കിലും അമിത്ഷാ അടക്കമുള്ള നേതൃത്വം അവിടെ കാത്തിരിക്കുകയാണ്. കാരണം മോദിക്ക് ശേഷം മന്ത്രിസഭയിലെ രണ്ടാമനായിട്ട്, BJP-യിലെ രണ്ടാമനായിട്ട് കഴിഞ്ഞ 10 വർഷമായി പ്രവർത്തിക്കുന്ന അമിത്ഷാ അടക്കമുള്ളവർ കാത്തിരിക്കുകയാണ് ഈ പിൻഗാമിത്വത്തിന് വേണ്ടിയിട്ട്, അതായത് അടുത്ത കിരീടധാരണം തന്റേതാകണം എന്ന് ഉറപ്പിച്ചുകൊണ്ട്. അപ്പം അങ്ങനെ നിലനിൽക്കുമ്പോൾ ഈ വരാനിരിക്കുന്ന യു പിയിലെ തെരഞ്ഞെടുപ്പിൽ പരമാവധി സമ്മർദ്ദം യോഗിക്ക് കൊടുക്കുക എന്നത് ഈ രണ്ടാം നിരയുടെ കൃത്യമായ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. കാരണം ഈ 10 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഈ 10 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് യോഗിയുടെ കഴിവിനെ കുറിച്ചുള്ള ആദ്യത്തെ വെടി പൊട്ടിച്ചു കഴിഞ്ഞു. അതിനെ ഉപയോഗിച്ചത് കേശവ് പ്രസാദ് മൗര്യയാണ് എന്ന് മാത്രമാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. അല്ലാതെ കേശവ് പ്രസാദ് മൗര്യയുടെ മാത്രമുള്ള ഒരു വിമത നീക്കമായിട്ട്, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന് സംഘടനയോട് പെട്ടെന്നൊരു ദിവസം തോന്നിയ അസാധാരണമായ സ്നേഹത്തിന്റെ ബാക്കിപത്രമായിട്ടോ നമ്മളിതിനെ കാണേണ്ടതില്ല. വളരെ കൃത്യമായ പിന്തുണ കേന്ദ്രത്തിൽ നിന്ന് ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു ഉപമുഖ്യമന്ത്രി, യു പിയിലെ ഒരു ഉപമുഖ്യമന്ത്രിയും കേശവ് പ്രസാദ് മൗര്യയെ പോലുള്ള ഒരു OBC നേതാവ്, അദ്ദേഹം സംസ്ഥാനത്തിന് പുറത്തോട്ട് അധികം അറിയപ്പെടാത്ത ഒരാളാണ്, അദ്ദേഹത്തിന് യോഗി ആദിത്യനാഥിനെ പോലുള്ളൊരു നാഷണൽ ഫിഗറിനെതിരെ ഇമാതിരി ഒരു നീക്കം നടത്താനുള്ള ധൈര്യം ഉണ്ടാവില്ല. നമ്മളിതിനെ പാരലായിട്ട് വായിക്കേണ്ടത്, ഞാൻ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആളായതുകൊണ്ട് തന്നെ പറയാം, ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ ഒരു സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കാലത്ത് അതിബുദ്ധിമാൻ എന്ന് വാഴ്ത്തപ്പെടുകയും അമിത്ഷായുടെ പിൻഗാമി എന്ന് വാഴ്ത്തപ്പെടുകയും ചെയ്തിട്ട് 5 വർഷം മഹാരാഷ്ട്ര തന്റെ തന്ത്രങ്ങളിലൂടെ മാത്രം ഭരിച്ചെടുത്ത ഒരാളാണ്. അദ്ദേഹത്തിന് പിന്നീട് ഏകനാഥ് ഷിൻഡെയുടെ BJP താൻ തന്നെ പിളർത്തിയെടുത്ത ശിവസേനയുടെ ഫാക്ഷന്റെ തലവന്റെ കീഴിൽ ഉപമുഖ്യമന്ത്രിയായിട്ട് ജോലി ചെയ്യേണ്ടി വന്നു. അപ്പൊ ആ ഉപമുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തിന് ജോലി ചെയ്യേണ്ടി വന്നത് തന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ പോലും തിരിച്ചടി ഉണ്ടായിട്ട് അദ്ദേഹം രാജിവെക്കാൻ ഒരുങ്ങിയപ്പോൾ അത് വെക്കേണ്ട, ഈ വർക്ക് തുടരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ഒതുക്കി തളച്ച് ഇട്ട ഒരു രാഷ്ട്രീയ നീക്കമുണ്ട്. അത് BJP-ക്ക് അകത്തുള്ള അതിശക്തമായ ഒരു രാഷ്ട്രീയ നീക്കമാണ്, ഒരു പിന്തുടർച്ചയുടെ തുടർച്ച തന്നെയാണ്.
ഒരു പിന്തുടർച്ച അവകാശത്തിന്റെ തുടർച്ചയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പൊ യു പിയിൽ യോഗി ആദിത്യനാഥും നേരിടാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു പിയിൽ യോഗി ആദിത്യനാഥ് മോദിയുടെ പിൻഗാമിയാകുമോ? അടുത്ത 5 വർഷത്തിന് ശേഷം അടുത്ത വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന കണക്കൂട്ടലിൽ നമ്മൾ നോക്കിയാൽ അതിനുശേഷം ആര് എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരം ഇന്നേ തുടങ്ങിക്കഴിഞ്ഞു. കാരണം മോദിയുടെ അപ്രമാദിത്വം അവസാനിച്ചു. 240 സീറ്റുകൾ ഞാൻ ഇടയ്ക്കൊന്ന് ആ ഒരു കൗതുകം കൊണ്ട് ഇടയ്ക്കൊന്ന് ഇടപെട്ട് ചോദിക്കുകയാണ് CP സത്യൻ. അതായത് കേന്ദ്ര നേതൃത്വത്തിനകത്തുള്ള വളരെ ഒട്ടും പ്രവചിക്കാനാവാത്ത ഒരു പക്ഷേ കേജ്രിവാൾ പറഞ്ഞ മറ്റു ചില പ്രവചനങ്ങളുടെ ചില ചുവട് പിടിച്ചുകൊണ്ട് ആ തരത്തിലുള്ള ഒരു ഭിന്നിപ്പ്. നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസും പറഞ്ഞത് കേശവ പ്രസാദ് മൗര്യയ്ക്ക് പിറകിൽ ആര് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് വിരൽ ചൂണ്ടപ്പെടുന്നത് കേന്ദ്ര നേതൃത്വത്തിലേക്കാണ്. അതിൽ ആരെയാണ് വെട്ടാൻ ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണ് വിലയിരുത്തേണ്ടത് അല്ലേ? അതെ, കൃത്യമായിട്ട് അങ്ങനെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരു സാധാരണഗതിയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 10 വർഷം യോഗി ഭരിച്ചു കഴിഞ്ഞു. അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലാവധി കഴിയുമ്പോൾ 10 വർഷത്തെ ഭരണ നേട്ടം യോഗിക്ക് സ്വന്തമാകും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് 10 വർഷം ഭരിച്ച ഒരു BJP മുഖ്യമന്ത്രിക്ക് സ്വാഭാവികമായിട്ടും അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സ്വയം ഉയർത്തി കൊണ്ടുവരേണ്ട ഒരു അല്ലെങ്കിൽ ഉയർത്തി കാണിക്കേണ്ട ഒരു സംഭവമുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ അടുത്ത 10 വർഷത്തിന് ശേഷം ഉയർന്നു വരികയാണെങ്കിൽ, കാരണം ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അനുകൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. കാരണം അതൊരു യോഗിയാണ്. യോഗി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ ജാതി രാഷ്ട്രീയത്തിനും മുകളിൽ അദ്ദേഹം വന്നു കഴിഞ്ഞു. ഹിന്ദു മതത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ BJP പ്രതിദാനം ചെയ്യുന്ന ഹൈന്ദവതയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാ ജാതി രാഷ്ട്രീയത്തിനും മുകളിലായി. അദ്ദേഹത്തിന്റെ ജാതിയോ മതമോ മറ്റുള്ള സംഭവങ്ങളോ അതിനകത്തൊരു തടസ്സമല്ല. പിന്നെ ഇത് രണ്ടാമത് അദ്ദേഹത്തിനെ ഒരു വൈദിക പണ്ഡിതനായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയല്ല, മറിച്ച് കറതീർന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ട് 10 വർഷത്തെ ഭരണ നേട്ടത്തിനൊടുവിലാണ് അദ്ദേഹം കടന്നു വരുന്നത്. അപ്പൊ അടുത്തത് നോക്കുക, സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വരെ അമിത്ഷാ എന്ന് പറയുന്ന ഒരാളിനേക്കാൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള ഒരാളിനേക്കാൾ കൂടുതൽ പിന്തുണയ്ക്കാൻ ഇഷ്ടപ്പെടുക യോഗി ആദിത്യനാഥിനെ പോലെ ഒരാളിനെ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആ ഹൈന്ദവതയുടെ പ്രത്യേകത കൊണ്ട്. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ പറഞ്ഞതുപോലെ ഭാവിയിലേക്ക് മോദിയുടെ സീറ്റിലേക്ക് ഒരു മത്സരം നടക്കുകയാണെങ്കിൽ അതിനകത്ത് ഒന്നാമനായി വരാൻ നിലവിലെ സാഹചര്യത്തിൽ എല്ലാ സാധ്യതകളുള്ള ഒരാളാണ് യോഗി ആദിത്യനാഥ്. അപ്പൊ അദ്ദേഹത്തിനെ ഒരു വിജയിയാക്കാതെ, അദ്ദേഹത്തിനെ ഒരു വിജയി പട്ടം കൊടുക്കാതെ ഒതുക്കി നിർത്തുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പലരുടെയും ആവശ്യമാണ്. കാരണം ഈ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന മുഴുവൻ പരാജയത്തിന്റെ ഉത്തരവാദിത്വവും യോഗിയുടെ തലയിൽ കെട്ടിവെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ BJP അകത്ത് നടക്കുന്ന ഈ പിൻഗാമിക്ക് വേണ്ടിയുള്ള തർക്കത്തിനകത്ത് അല്ലെങ്കിൽ മത്സരത്തിന് വേറൊരു കളമൊരുങ്ങുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 10 നിയമസഭാ തെരഞ്ഞെടുപ്പിന് 10 നിയമസഭയിലേക്കുള്ള 10 ബൈ ഇലക്ഷനുകൾ, 10 സീറ്റുകളിലേക്കുള്ള ബൈ ഇലക്ഷന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഈ പ്രശ്നം ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം ഇതിനകത്ത് 5 സീറ്റ് ഓൾറെഡി SP കൈവശമുള്ളതാണ്. ബാക്കി 3 സീറ്റുകൾ മാത്രമാണ് BJP കയ്യിൽ. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ SP ഒറ്റയ്ക്ക് നേടിയ 5 സീറ്റിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ കൂടി സപ്പോർട്ടുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ സീറ്റുകളിൽ ഇപ്പോൾ അവർക്ക് നേടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നിലനിൽക്കുമ്പോൾ ഭയങ്കരമായ ഒരു പ്രഷറിലേക്ക് യോഗിയെ തള്ളിയിടുകയാണ് ഇപ്പോൾ ആര് ഇതിന്റെ പിന്നിലായാലും ഞാൻ തിരികെ എത്താം.